സരിതയുടെ വിസ്താരം അല്പസമയത്തിനകം തുടങ്ങും. സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാകാനായി സരിത അവിടെ എത്തി. അതിന് തൊട്ടു മുമ്പ് സരിത മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, മദ്യലോബിയുടെ ഇടപെടലെന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്നാണ് സരിത പ്രതികരിച്ചത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പറയും എന്നും സരിത പറഞ്ഞു. ഒപ്പം തന്നെ സരിതയുടെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളും താൻ ഹാജരാക്കും. തെളിവുകൾ ഹാജരാക്കാനുള്ള ഒരു സമയം തനിക്കുണ്ട്. അപ്പോൾ തെളിവുകളും ഹാജരാക്കുമെന്നാണ് സരിത പറഞ്ഞത്. സരിതയുടെ വാക്കുകളിലേക്ക്. എനിക്ക് ബാറുടമകളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബാറുടമകളുടെ കേസ് നിങ്ങൾക്കറിയാവുന്നതാണ്. അതും എൻ്റെ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബാർ നയമല്ല, സോളാർ പോളിസിയാണ്. ആ പോളിസിക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് അവർ ചോദിച്ച പണം അത്രയും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പാതകം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഒപ്പിക്കാവുന്ന അത്രയും പണം ഞാൻ കൊടുത്തു. അത് തിരിച്ചു കിട്ടിയില്ല. തിരിച്ചു കിട്ടാത്തതിന് എന്നോട് വരുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ഉറപ്പായിട്ടും ആൻസർ പറയും. ഇന്നലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രിയെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ആ ആൻസർ പറഞ്ഞത്. കൂടുതൽ ആൾക്കാരുടെ ഇടപെടലുകളെ കുറിച്ച് ഇന്ന് അത് ഞാൻ എങ്ങനെ പറയാമല്ല. ഈ കമ്മീഷൻ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ബേസ് ചെയ്തുള്ള സത്യസന്ധമായ മറുപടി ഞാൻ പറയും. എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാന്നുള്ളതാണ് ചീഫ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സിന്റെ അർത്ഥം. അപ്പം അദ്ദേഹം എന്ത് ചോദിക്കുന്നു അതിന് ആൻസർ ഞാൻ കൊടുക്കും. അവിടെ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് പിതൃതുല്യൻ എന്ന് പറഞ്ഞ ആ കോൺട്രവേഴ്സി എന്താണെന്ന് ശ്രദ്ധിക്കുക. അതായത് ബിജു രാധാകൃഷ്ണന് ഒരു CD ഉണ്ട് എന്ന് പറഞ്ഞ് CD എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുമായി മോശമായ ഒരു CD ഉണ്ട് എന്ന് പറഞ്ഞ് അന്യ രാജ്യത്ത് പോവുകയും എടുക്കുകയും ചെയ്തപ്പോൾ ആ കോൺട്രവേഴ്സിയെ ബേസ് ചെയ്ത് മാത്രമാണ് അദ്ദേഹം എനിക്ക് അച്ഛന് തുല്യനായ ഒരു മനുഷ്യനാണ്, അങ്ങനെയുള്ള ഒരു അലിഗേഷൻ ഞങ്ങളുടെ ഇടയിൽ ഇല്ല. എന്നാൽ ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുക. അന്നത്തെ എൻ്റെ റെസ്പോൺസ് റിവൈൻഡ് ചെയ്ത് നോക്കുക. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ബിജു ആരോപിച്ച ഫിനാൻഷ്യലായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ഞാനിപ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട സോളാർ കമ്മീഷന് മുമ്പിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഒരുമാതിരിപ്പെട്ട കൈരളി TV, റിപ്പോർട്ടർ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള എല്ലാ ചാനൽസിനോടും ഞാൻ അതേ റെസ്പോൺസ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ദയവ് ചെയ്ത് അന്നത്തെ ഡേറ്റിൽ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അതിൻ്റെ ആൻസർ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ആ ആരോപണത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. 10 കോടി രൂപ ആരോപണം, അന്നത്തെ ആരോപണം ഞാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസിനെ ദയവ് ചെയ്ത് കാണരുത്. ഈ കേസ് സരിത എന്ന് പറയുന്ന വ്യക്തിക്ക് സോളാർ കമ്മീഷന് മുമ്പിൽ സത്യം വെളിപ്പെടുത്താൻ കിട്ടിയ പീപ്പിൾ TV പുറത്തുവിട്ട സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സരിത ഇന്നലെ നൽകിയ മൊഴി, അതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യുന്നത്. ഇനി 10% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറയാൻ കുറേയുണ്ട് എന്ന് സരിത തന്നെ പറയുന്നു. അത് വെളിപ്പെടുത്തുമെന്നും സരിത പറയുമ്പോൾ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, ഏതായാലും ഇനി പല കാര്യങ്ങളും പറയും എന്ന് സരിത പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ആ ലെറ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകൾ, ഇതിനിടയിൽ നടന്നിട്ടുള്ള പല പണമിടപാടുകൾ, അത്തരം കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെയും അരിയാടൻ്റെയും പേര് പറഞ്ഞ സരിത സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തും. അങ്ങനെയൊക്കെ കൂടി വന്നാൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പറയുന്ന മദ്യലോബിയുടെ ഗൂഢാലോചന എന്ന വാദം ഒക്കെ എങ്ങനെ നിലനിൽക്കും? സൗമ്യ, സോളാർ കേസ് 2 തരത്തിൽ ശ്രദ്ധേയമാണ്. ഒന്ന് അതിൻ്റെ സാമ്പത്തിക അഴിമതി സംബന്ധിച്ചും മറ്റൊന്ന് ലൈംഗികാരോപണങ്ങൾ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഉണ്ട്. സരിത ഇന്നലെ മുഴുവൻ പ്രാധാന്യം നൽകിയത് അഴിമതി സംബന്ധിച്ച കാര്യങ്ങൾക്കായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ സരിതയുടെ അന്നത്തെ തിരുവനന്തപുരം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത ആ രേഖകളിൽ കൃത്യമായി തന്നെ എത്ര പ്രാവശ്യം ആരൊക്കെ എവിടെ വെച്ച് എന്നൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അത് നോട്ടാണ്, താൻ കുറിച്ചെടുത്ത നോട്ടാണ് എന്ന് സരിത പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സോളാർ കമ്മീഷന് മുമ്പിൽ സരിത ഉന്നയിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും വളരെ ശക്തമായ അഴിമതി ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയും അരിയടം മുഹമ്മദിനെതിരെയും ഉന്നയിക്കുക വഴി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അനിൽകുമാറുമായി ചർച്ച നടത്തി. അനിൽകുമാറും ആരോപണ വിധേയനാണ്. അദ്ദേഹവുമായി ചർച്ച മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ മന്ത്രിമാർ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ തുടങ്ങിയ MLA മാർ, കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ തുടങ്ങിയ
തുടങ്ങിയവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. നമ്മൾ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, AP അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെ ഒരു ബലാത്സംഗത്തിന് സരിത കൊടുത്ത കേസിൽ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ സോളാർ കമ്മീഷൻ നാൾവഴികളിലൂടെ പോയാലും ഈ കമ്മീഷനെ എങ്ങനെയെങ്കിലും വൈകിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം സർക്കാർ ചെയ്യുന്നതായി നമ്മൾക്ക് നോക്കേണ്ടി വരും. 52 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം സോളാർ വിവാദവും അതിലുൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും പൊതു താല്പര്യങ്ങൾ അടങ്ങിയ വിഷയങ്ങളും ആണ് സോളാർ കമ്മീഷൻ പരിഗണിക്കുന്നത്. 2013 ഒക്ടോബർ 28-നാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്, കമ്മീഷൻ നിയമിക്കുന്നത് 2013 ഒക്ടോബർ 28-ന്. 2014 മാർച്ചിൽ മാത്രമാണ് എന്നാൽ കമ്മീഷന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. കാരണം സർക്കാർ വേണ്ട സഹായങ്ങൾ നൽകിയില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം.